ഇവന്മാർ ഭയങ്കര ഉടായ്പാണ്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അവരിപ്പോൾ പറയുന്നത് $50 പാർക്കിംഗ്. അപ്പൊ നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്നത് നയാഗ്രയിലോട്ടാണ്. ഈ നയാഗ്ര എന്ന് പറഞ്ഞാൽ എപ്പോഴും നയാഗ്രയാണ്. സത്യം പറഞ്ഞാൽ നമുക്ക് ഇവിടെ കാണിക്കാനായിട്ട് നയാഗ്രയാണ് വൺ ഓഫ് ദ മെയിൻ സ്പോട്ട്സ് പറയുന്നത്. നമ്മൾ ആര് വന്നാലും ആദ്യം കൊണ്ടുവന്ന ഒരു സ്പോട്ടാണ് നയാഗ്ര. പക്ഷേ വിന്ററിലെ നയാഗ്രയുടെ മറ്റൊരു മുഖമാണ് കാണുന്നത്. അപ്പം ഞങ്ങൾ നയാഗ്ര സാധാരണ ഈ ഫാളിൻ്റെ ആ ഒരു ലെവലിൽ നിന്നേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് നയാഗ്രയിൽ ഈ ഓഫ് സീസൺ, അതായത് വിന്റർ സമയത്ത് അധികം ടൂറിസ്റ്റ് ഒന്നും വരാത്ത സമയത്ത് ഇതിൻ്റെ ഹോട്ടൽ അടുത്തായിട്ട് ഒരുപാട് ഹോട്ടൽസ് ഉണ്ട്. അവിടെയൊക്കെ താമസിച്ച് നയാഗ്രയുടെ വ്യൂ മേലെ നിന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളിങ്ങനെ കാത്തിരുന്ന് ഇപ്പോൾ ഒരു ഫാൾ വ്യൂ ഹോട്ടൽ ബുക്കിംഗ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് പ്രതീക്ഷ. അപ്പൊ ആ ഒരു പ്രതീക്ഷയിൽ ഞങ്ങൾ ഇതേ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ കാണിച്ചു തരാം ഇവിടെ നയാഗ്ര എങ്ങനെയൊക്കെയാണ്, നയാഗ്രയുടെ ഒരു ടോട്ടൽ ലുക്ക് എങ്ങനെയാണ് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മളിപ്പോ ഇനിയൊരു 2 minutes അല്ലേ വെച്ചാ 2 minutes കൂടെ ഉള്ളൂ. ഓക്സ് ഓവർലുക്കിംഗ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിലാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഓവർലുക്കിംഗ് ദ ഫോൾസ്. മാനി കറക്റ്റ് ചെയ്തു കേട്ടോ. ഓവർലുക്കിംഗ് ദ ഫോൾസ് ആണത്. ഇവിടെ ഒരുപാട് ഹോൾസിലോട്ട് ഒളിഞ്ഞു നോക്കുന്ന സ്ഥലം. ഇവിടെ ഒരുപാട് ഹോട്ടൽ ആ ഒരു ഫോൾസിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ കാണാം ഇങ്ങനെ നിരന്ന്. അങ്ങനെയൊക്കെ പല സെറ്റപ്പും ഉണ്ട്. പക്ഷെ ഇതെല്ലാം വിന്റർ ടൈം ആകുമ്പോഴത്തേനും അത്യാവശ്യം ആളൊന്നും ഇല്ലാതെ ഇങ്ങനെ ശബ്ദം ഉറങ്ങി കിടക്കും. ഇതെന്താ വെച്ചാൽ ആ ബിൽഡിംഗ് ഇങ്ങനെ കിടക്കുന്ന നമ്മളിങ്ങനെ ഗ്രാവിറ്റി ആന്റി ഗ്രാവിറ്റിയിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന സ്ഥലം അല്ലേ? അതൊരു രസം. ഒരു ദിവസം നമുക്ക് അവിടെ പോകണം. നമ്മള് അവിടെ ഇന്നലെ ആരോ പറഞ്ഞായിരുന്നു ഇങ്ങനെ ഈ ആസ്ട്രോണോട്സ് ഒക്കെ ഇടുന്ന കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ടാണ് അവരുടെ ഇട്ടിട്ടാണ് നമ്മള് ചാടുമ്പോഴത്തേനും നമ്മള് പിന്നെ ഫ്ലോട്ട് ചെയ്തെടുക്കുക. അതെ ഇതാണ് കേട്ടോ ഹോട്ടൽസ് എന്ന് പറഞ്ഞില്ലേ. ഈ സൈഡിൽ മൊത്തം ഹോട്ടൽസ് ആണ്. ഈ ഹോട്ടൽസിന്റെ റൈറ്റ് സൈഡിലോട്ടുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ, അതായത് താഴോട്ടുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ നയാഗ്രയാണ്. നമ്മുടെ നയാഗ്ര എവിടെയാണ്? വല്ല ഐഡിയ ഉണ്ടോ? ആ കാണുന്ന ഈ ടവർ പോലെ ഇരിക്കുന്ന അതും ഒരു ഹോട്ടലാട്ടോ. ടവർ ഹോട്ടൽ അങ്ങനെയാണ് കണ്ടാണ് പറയുന്നത്. അവിടെയും നല്ല രസമായിരിക്കും. ഐ ഹോപ്പ് ഫോൾസ് വ്യൂ, എംബസി സ്യൂട്ട്സ് ഉണ്ട്, കംഫർട്ട് ഇൻ ഉണ്ട്, മാരിയറ്റ് ഉണ്ട്. അവിടെ കാണുന്ന ആ പുക കണ്ടോ? ഈ പുക എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള പുകയല്ല. പിന്നെ നമ്മളൊക്കെ പുക എന്നൊക്കെ പറയും. അതെ, നമ്മള് ശരിക്കുള്ള പിന്നെ നിങ്ങളൊക്കെ കറക്റ്റ് പുക എന്ന് പറഞ്ഞിട്ടല്ലേ പറയുന്നത്. എത്തി വെച്ചാ ഓ ഇതാണ് നമ്മുടെ ഹോട്ടൽ. ഓ ഇതാണ് ആപ്പിൾ ബീസിന്റെ ഒരു റെസ്റ്റോറന്റ്. സോറി, ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഫ്രീ ആണെന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫ്രീ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു മയത്തിലൊക്കെ കഴിക്കണം അവിടെ. ഇത് ഗസ്റ്റ് പാർക്കിംഗ് അയച്ചാ രജിസ്ട്രേഷൻ ഓൾറെഡി ചെയ്തവർക്ക് വേറെ പാർക്കിംഗ് ഉണ്ട്. സോ അപ്പോൾ ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. ഫുഡിന് ഓർമ്മയുള്ളത് ഫുഡല്ല. ലെറ്റ്സ് ഓൾ ഗോ ടു ദ മറീൻ ലാൻഡ് 1 mile. അതെന്താപ്പാ അങ്ങനെ എഴുതി വെച്ചേക്കുന്നത്? ഇത് സ്റ്റേക്ക് ഹൗസ് എല്ലാം കാണുന്നുണ്ടല്ലോ. പക്ഷെ ഇവിടുത്തെ ഒരു ലുക്ക് വേറെയാണ്. നമ്മൾ വിചാരിക്കുന്നത് ഇച്ചിരി രാത്രിയൊക്കെ അയച്ചും ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങി ഈ നയാഗ്രയുടെ നൈറ്റ് വ്യൂ ഒന്ന് കാണാമെന്നൊക്കെ ഉള്ളതാണ്. നമുക്ക് നോക്കാം. അപ്പോൾ പതുക്കെ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഇറങ്ങാൻ പോവാണ്. നല്ല ഇറങ്ങാം. സെറ്റ് മുടിയുടെ വൃത്തിയുടെ മാറ്റാൻ വേണ്ടി തൊപ്പി വെക്കുന്നതാണ് പൊതുവെ ഞാൻ പറയാറുള്ളത്. ഓക്കെ, സോ നമുക്ക് ബാക്കി അകത്തോട്ട് കയറി ശേഷം കാഴ്ച. അപ്പോൾ നമ്മൾ ഹോട്ടലിലെത്തി. ഹോട്ടലിൻ്റെ ബുക്കിങ്ങിൻ്റെ കൺഫർമേഷൻ എടുക്കുകയാണ്. രേഷ്മയും മാനിയും ശക്തമായ പരിപാടികളാണ്. അപ്പോൾ ഇതിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ടിക്കറ്റ് അറിയാം ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് ഓക്സ് ഓവർലുക്കിംഗ് ഫോൾസ് ഓവർലുക്കിംഗ് ഹോട്ടൽ. ഇത് ഇതിൻ്റെ തൊട്ട് പിന്നിൽ നയാഗ്ര ഫോൾസ് ആണ്.
അടിപൊളി വ്യൂ ആണെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് റിവ്യൂ കണ്ടിട്ട് നമ്മൾ എടുത്തതാണ്. പീക്ക് ടൈമിലൊക്കെ എടുത്താൽ അത്യാവശ്യം നല്ല പൈസയാണ്. അല്ലാത്തപ്പോൾ സീസൺ അല്ലാത്തപ്പോൾ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കിട്ടും. ബട്ട് സ്റ്റിൽ ഒരു $250-300 ഇതിൽ എക്സ്പെൻസീവ്. ഹോട്ടലുകളിൽ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അവരിപ്പോൾ പറയുന്നത് $50 പാർക്കിംഗ് ചെയ്യുന്നുണ്ട്. ഇത്രയും പൈസ $300 മേടിച്ചിട്ട് അവർ $50 ഇനിയും പാർക്കിങ്ങിനൂടെ നമ്മൾ ഈ വെളിയിൽ ഇങ്ങനെ പാർക്ക് ചെയ്യുന്നതിന് കൊടുക്കണമെന്ന് പറയുന്നതൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു പരിപാടി. എന്നാലും എന്തൊരു കാര്യം വേണ്ടിയില്ല. പിന്നെ വേണ്ടിയവർക്കൊരു ഐഡിയ ഉണ്ട്. നമുക്ക് വെളിയിൽ പാർക്ക് ചെയ്യാം. അത് $10-20 നമുക്ക് രാത്രി പാർക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വെച്ചിട്ട് ബാക്കി വണ്ടി കൊണ്ടിട്ട് തിരിച്ച് വരാം. അതായിരിക്കും നല്ലത്. വെറുതെ മാർക്ക് പൈസ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് വണ്ടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുക്കാനുള്ള നിശബ്ദ ലക്ഷ്യവുമായി വണ്ടിയിലേക്ക് പോവുകയാണ്. ഇനി നമ്മൾ സാധനം എല്ലാം കൊണ്ട് മേലെ വെച്ചിട്ട് പാർക്കിങ്ങിൽ കൊണ്ടുവെക്കണം. ഇവിടെ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ അറിയാവുള്ളൂ. ഞാൻ അന്നേരം പറഞ്ഞില്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴത്തേനുമാണ് അറിഞ്ഞത്. ഇവന്മാർ ഭയങ്കര ഉടായ്പാണ്. ഇവന്മാർ ഇതിൻ്റെ ഈ ആപ്പിൾ ബീസിലെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇൻക്ലൂഡ് ആണെന്ന് പറഞ്ഞിട്ട് അതില്ല. പാർക്കിംഗ് ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. എല്ലാ സമാനമായിട്ട് നോക്കാം. ആദ്യം നമ്മുടെ ലക്ഷ്യം സാധനങ്ങൾ ഇറക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ഒരു US പര്യടനോടെ കഴിഞ്ഞ് വന്നതായതുകൊണ്ട് അതിൻ്റെ കുറേ ലഗേജുകളും കാര്യങ്ങളും ഉണ്ട്. തുറന്നാൽ നിങ്ങൾ ഞെട്ടിപ്പോളും ഗൈസ്. ഇതിനകത്ത് മുഴുവൻ സാധനങ്ങളാണ്. ആവശ്യമുള്ള കുറേ എടുത്ത് കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ ഹോട്ടലുകാരെ ഞെട്ടിപ്പോകും. ഇത് കുറേ ദിവസത്തെ ഒരു പര്യടനത്തിന് ശേഷമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പം 11th ഫ്ലോറിലോട്ട് ദേ പൊക്കോണ്ടിരിക്കുകയാണ്. അതാണ് 11ആടാ. തുറക്കുവോ സീസേ? ഇതിനൊരു വിശ്വാസമില്ലല്ലോ. നമ്പർ കിങ് സ്വീറ്റ് ജക്കൂസി എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഒരു കപ്പോസി എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ എല്ലാ റൂംസാ. വലതുകാലം വെച്ച് കേട്ടെ. പെണ്ണ് കെട്ടിക്കൊണ്ട് വന്നത് അവൻ ആദ്യം വന്ന് പോയ സ്ഥലം ഏതാണെന്നറിയാം. ഇതാണ് അവൻ വന്ന് നോക്കിയ സ്ഥലം. അടിപൊളി. മാനിക്ക് ഇതായിരുന്നു അത്യാവശ്യം വേണ്ടത്. ലൈറ്റ് ഇടുവാനും ലൈറ്റ് ഇട്ടിട്ട് ആ ഒരു കേട്ടൻ അങ്ങോട്ട് തന്നെ. എല്ലാ ഡോറും പറഞ്ഞത്. പക്ഷേ ഡോറല്ലേ കേട്ടൻ. ഇതാണ് ശരിക്കും പറഞ്ഞ ഹോഴ്സ് വ്യൂ ഓഫ് നയഗ്ര. ഒരു റൂമിനും ഇത് ഇവരുടെ പ്രീമിയം റൂമായിട്ട് ഇത്രയും ഒരു വ്യൂവില് ഇങ്ങനെ വേറൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ അപ്പുറത്തെ അറിയേണ്ടവർക്ക് ഇത് ടവർ റൂം കിങ് ജക്കൂസി സ്വീറ്റ് ആണ്. ഞങ്ങൾ മാനേക്കൂട്ടനും കൂടെ കൂടിയാണ് ഈ റൂം ചൂസ് ചെയ്തത്. ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച ജക്കൂസി ഉള്ള സ്വീറ്റിൽ വന്ന് കിടക്കുന്നത്. അപ്പുറത്ത് കാണുന്ന ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗം അതാണ് US-ൻ്റെ ഫോൾസ് സൈഡ്. ആ കാണുന്നതെല്ലാം US സൈഡാണ് കേട്ടോ. പാലം. അതെ, ഇതാണ് നമ്മുടെ കാനഡയിലെ. അയ്യോടാ എന്ത് രസമാണ് ആ വെള്ളം ഇങ്ങനെ ഇത്ര ഗ്രാൻഡ് ആയിട്ട് വീഴുന്നത് കാണാൻ. അടിപൊളി. ഇത് ഇതുപോലൊരു റൂം ഈ 3 സൈഡിൽ നിന്ന് ഇങ്ങനെ വ്യൂ ഉള്ള റൂം വേറെ ഈ ഭാഗത്തൊന്നുമില്ല.
ഭയങ്കര സത്യമായി ഭയങ്കര ഡൗട്ട്ഫുൾ ആയിരുന്നു ഇത് കിട്ടുന്നത് വരെ ഈ പറഞ്ഞതൊക്കെ ഉണ്ടാവുന്നത്. ഇവിടെ റൂം എടുക്കുന്ന കസ്റ്റമേഴ്സിന് ഇവിടെ ഒബ്സർവേഷൻ ഡെക്ക് എന്ന് പറഞ്ഞാൽ 40 ഫ്ലോർസ് ആണ്. അവിടെ ഹോഴ്സ്ഷൂവും ഫോൾസും കാണാൻ പറ്റുന്നുണ്ട് 14 ഫ്ലോർ. നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം. തൽക്കാലം ഈ ബാഗൊക്കെ വെച്ചൊന്ന് സെറ്റിൽ ചെയ്താലും മനു. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ നമുക്ക് കാണാം. ഇതാണ് റൂം. ഓക്കെ, ഇവരുടെ 14th ഫ്ലോറിലെ ഒബ്സർവേഷൻ ലുക്ക് ഏരിയ ഫ്രീ വ്യൂ ആണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 14th ഫ്ലോർ വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ റൂമിൽ തന്നെ സെയിം സാധനമല്ലോ. പക്ഷേ ഇവിടെ ഒരു കഴിച്ചിട്ട് നമ്മളിങ്ങനെ അവിടോട്ട് നോക്കിയിരുന്നു. ചില റൂംസിന് ഈ വ്യൂ ഇല്ല, അവർക്ക് കാണാനുള്ളത്. പക്ഷെ എന്നാലും ഒരു 2 നിലയും കൂടെ മേലെ വന്ന് കാണുമ്പോൾ ടെറസിൽ പോയി നോക്കാമല്ലോ ഈ തണുപ്പത്ത്. കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടന്നാൽ മാത്രം പോരല്ലോ, ആഹാരം കഴിക്കണമെന്നുള്ള സത്യം മനസ്സിലാക്കി ഞങ്ങൾ റെസ്റ്റോറൻറ്റ് തപ്പി ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ യാത്രയിലാണ്. അടുത്തൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, അവിടേക്കാണ് ഞങ്ങളുടെ യാത്ര. ഒരു നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റാണ്. ഇവിടെ അടുക്കാറായി. ഇതിന് അടുത്തായിട്ടാണ് ഞങ്ങൾ പാർക്കിങ് നോക്കി നടക്കുന്നത്. ഈ ഇങ്ങോട്ട് വണ്ടി കൊണ്ടുവന്ന് ഹോട്ടലിലോട്ട് ഇങ്ങോട്ട് ഇച്ചിരി വരണം, ഒരു 1.5 കിലോമീറ്റർ. അപ്പോൾ തണുപ്പത്ത് നടക്കാൻ വയ്യാത്തത് പാർക്കിങ് നോക്കി ഇവിടെ പാർക്ക് ചെയ്യാൻ ഒരിടത്ത്. അപ്പോൾ അവിടെ ഒരിടത്ത് എഴുതി വെച്ചേക്കുന്നത് ഇന്ന് തിങ്കളാഴ്ച വേണ്ടാന്ന് തോന്നുന്നു, വലിയ ഡിമാൻഡില്ല. അത് $5 പാർക്ക് ചെയ്യും. അവറാണോ എന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ കയറി പാർക്ക് ചെയ്ത് പൈസ കൊടുക്കാൻ പുള്ളി പറഞ്ഞു എൻ്റെ ഹോട്ടൽ അപ്പുറം ഉണ്ട്, അവിടെ നിന്ന് കഴിച്ചാൽ ഇത് തരണ്ടാകും. ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിക്കാൻ വേണ്ടിയായിരുന്നു. അപ്പം നൈസ് ആകുമ്പോൾ ഞാൻ നോക്കണം, ഇഷ്ടപ്പെട്ടാണെങ്കിൽ കഴിക്കാം, ഇല്ലെങ്കിൽ അവന് പൈസ ആയിരിക്കും. ഇവിടെ ബിരിയാണിയൊക്കെ അത്യാവശ്യം ഉണ്ട്. അതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ്, ഒരു പഞ്ചാബി സ്റ്റൈലാണ്. ഷെഫൊക്കെയാണ്, പഞ്ചാബിയാണ്. അപ്പോൾ കഴിച്ചു നോക്കാം. ഞങ്ങളുടെ മറ്റേ തന്തൂർ റൊട്ടിയും ബിരിയാണിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, കഴിച്ചിട്ട്. അവർ ഭയങ്കര ബിസിനസ് പരിപാടി കേട്ടോ. അവർ $5 ലാഭിക്കും, അവർ അപ്ലൈ കൊണ്ടിട്ട് നമ്മളിവിടെ വന്ന് ഇപ്പോൾ $10-80 ചിലവും. എന്നായിരുന്നു ഫുഡ് നന്നായാൽ മതിയായിരുന്നു. എൻ്റെ കണക്കഥ ഇങ്ങനെ ചെയ്യും. അപ്പോൾ ഇതാണ് ചെറിയൊരു ഹോട്ടലാട്ടോ, വേറൊന്നുമില്ല. നമ്മൾ നയഗ്ര ഫോൾസിൻ്റെ വളരെ അടുത്താണ്. കഴിച്ചു നോക്കട്ടെ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, കൊള്ളാം. തന്തൂരി നല്ല എരിവുണ്ട്, അടിപൊളി. അതെ അതെ. എങ്ങനെയുണ്ട് ബിരിയാണി? കുറച്ച് മസാലകളുണ്ടാണ്, നല്ല സെറ്റപ്പ് ലുക്കൊക്കെയാണ്. പക്ഷെ എനിക്കൊന്നും നമ്മുടെ ഭാഗത്തും തെറ്റുണ്ട്. എരിവ് വേണോ അതിപ്പത്തിന് പുള്ളി വെച്ച് അങ്ങ് തകർത്താന്ന് തോന്നുന്നു. സ്റ്റൈൽ അങ്ങനെ ആയിരിക്കും. കേട്ടില്ല, ചൂട് ബിരിയാണിക്ക് തണുപ്പത്തെടുത്തു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നയഗ്രയുടെ വീതികളിലൂടെയൊക്കെ തേരാപ്പാര കുറേ നടന്ന് തിരിച്ച് റൂമിലെത്തി. നെക്സ്റ്റ് ഡേ ചെക്കൗട്ട് ചെയ്തു. അപ്പോൾ ഓവറോൾ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റി ചെയ്യുക. ഓഫ് സീസണിൽ ചെയ്ത് കഴിഞ്ഞാൽ വളരെ റേറ്റ് കുറച്ച് കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.